ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ ഈ വർഷത്തിലെ ഷൂട്ടിംഗ് നടക്കാനിരിക്കുന്ന വിവിധ സിനിമകളുടെ ഷെഡ്യൂൾ അപ്ഡേറ്റുകൾ, നിലവിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഈ ജനുവരി 20 ശേഷം ഷൂട്ടിംഗ് കൊച്ചിയിൽ ആരംഭിക്കേണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മൾട്ടി സ്റ്റാർ സിനിമയായിട്ട് വരാനിരിക്കുന്ന MMMN. നേരത്തെ ഉണ്ടായിരുന്ന പ്ലാൻസ് പ്രകാരം ഇന്ന് ജനുവരി 28 ലാലേട്ടൻ സിനിമയുടെ ഷെഡ്യൂളിലേക്ക് ജോയിൻ ചെയ്യേണ്ടിരുന്നത്. എന്നാൽ മമ്മൂട്ടിക്ക് ബാധിച്ച പനി മൂലം സിനിമയുടെ ഷൂട്ടിംഗ് മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ലാലേട്ടൻ സിനിമകളുടെ ഷെഡ്യൂളുകളിലെല്ലാം തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഋഷഭ ഷൂട്ടിങ്ങിലായിരുന്ന ലാലേട്ടൻ മുംബൈയിൽ നിന്നും എമ്പുരാൻ ടീസർ ലോഞ്ചിനായിട്ട് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു. അതിനുശേഷം എമ്പുരാന്റെ പ്രൊമോഷണൽ അഭിമുഖങ്ങളിലടക്കം പങ്കെടുത്ത ലാലേട്ടൻ ഇന്നായിരുന്നു തിരികെ മുംബൈയിലേക്ക് പോയത്. വീണ്ടും ഋഷഭയുടെ ഷൂട്ടിങ്ങിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഋഷഭയിലെ ക്ലൈമാക്സ് രംഗങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള രംഗങ്ങളുടെ ചിത്രീകരണമാണ് നടക്കുന്നത്. അത് ഉടനെ പൂർത്തീകരിക്കും. അതേസമയം ലാലേട്ടന്റെ അടുത്ത ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ടൊരുങ്ങുന്ന സിനിമ ആശീർവാദ സിനിമാസ് നിർമ്മിക്കുന്ന സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വമാണ്. സിനിമയുടെ ഷൂട്ടിംഗ് നേരത്തെ ഇന്നോ നാളെയോ എല്ലാം തന്നെ ആരംഭിക്കേണ്ടിരുന്നതായിരുന്നു. എന്നാൽ അതും ഫെബ്രുവരി 10 മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി അതിൽ മാറ്റമൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട്. ലാലേട്ടൻ ഫെബ്രുവരി മാസം തന്നെ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് ജോയിൻ ചെയ്യും. ഒരുപക്ഷെ ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുന്നെയോ അതല്ലെങ്കിൽ ഹൃദയപൂർവ്വം ഷൂട്ടിങ്ങിന് ശേഷമോ ആയിരിക്കും ഫെബ്രുവരി മാസം തന്നെ ലാലേട്ടൻ മഹേഷ് സിനിമയിലും അഭിനയിക്കുക. നേരത്തെ ഒരു ഘട്ടത്തിൽ അവധിക്കാലത്ത് ചിത്രീകരണം ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്ത സിനിമയാണ് അമൽ നീർദിന്റെ ലാലേട്ടൻ സിനിമ. എങ്കിലും ആ സിനിമയുടെ ഷൂട്ടിംഗിലും ഒരുപക്ഷെ മാറ്റം വന്നേക്കും. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം പകുതിയിലേക്ക് നീളാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഗോകുല മൂവീസിന്റെ ലാലേട്ടൻ നായകനെത്തുന്ന ചിത്തു മാധവൻ സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം ജൂലൈ അതല്ലെങ്കിൽ ഓഗസ്റ്റ് മാസമാണ് നേരത്തെ പ്ലാൻ ചെയ്തതെങ്കിലും അതിലും ഒരുപക്ഷെ മാറ്റം വന്നേക്കും. അങ്ങനെ ആകെ മൊത്തത്തിൽ ലാലേട്ടൻ ഈ വർഷം മുഴുവൻ ബിസി ഷെഡ്യൂളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഇനി ലാലേട്ടന്റെ എമ്പുരാൻ അല്ലാതെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് ഉടനെ എത്താനായിട്ടിരിക്കുന്ന സിനിമയായ തുടരും അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയും റിലീസിന് തയ്യാറായി നിൽക്കുകയാണ്. എമ്പുരാന്റെ റിലീസിന് ശേഷം നല്ലൊരു സമയം നോക്കി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഏപ്രിൽ മെയ് മാസം നിലവിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മെയ് 1 സിനിമയുടെ അണിയറ പ്രവർത്തകർ ചാർട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന ഒരു റിലീസ് തീയതിയാണ് എന്നാണ് അപ്ഡേറ്റ്. അപ്പോൾ കാത്തിരിക്കാം തുടരും എന്ന സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായിട്ട്.